കൂട്ടുകാരെ, ഷിജു സാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശനി ഒരു പുതിയ ഐറ്റമാണ്. പുതിയ ഐറ്റം എന്ന് പറയാൻ പറ്റിയല്ല, എല്ലാവരും ചെയ്യുന്ന ഐറ്റം. കാരണം മഴക്കാലത്ത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കട്ടൻ കാപ്പി അല്ലേ, അതിന്റെ കൂടെ ഒരു കുറിക്കാൻ. അതെന്നാണ് കപ്പലണ്ടി. പക്ഷെ ശനി ചെയ്യുന്ന കപ്പലണ്ടി കൊണ്ടല്ല, കടല കൊണ്ടാണ് ചെയ്യാൻ പോണത്. അപ്പൊ കടല കൊണ്ട് ഒരു ഫ്രൈ ചെയ്ത പോലെ അല്ലേ, അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതെ, അപ്പൊ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല, വാ എല്ലാരും കൂടി നമുക്ക് അടുക്കളയിലോട്ട് പോയേക്കാം. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കുറച്ച് കടല എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, നല്ല വെള്ള കടലയാണ്. അപ്പൊ നമുക്ക് ഇന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചാലോ? എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനല്ലേ. ആദ്യം വേവിച്ചെടുക്കണം. ഉപ്പ് ഇട്ട്. ശരണ്യ, എന്തായി നമ്മുടെ കടലയൊക്കെ വെന്താ? നമ്മുടെ കടല നോക്കിയില്ല, നമ്മൾ ഇതിന് ചേർക്കാനുള്ള അരപ്പ് പോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണ്. അന്നതേ നമ്മുടെ അമ്മയും ഉണ്ട് കേട്ടാ അല്ലേ സഹായിക്കാൻ. നമുക്ക് ഇത്ര കഷ്ണം വെളുത്തുള്ളി എടുക്കാവുള്ളൂ. വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം പച്ചമുളക്, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇല്ലേ, അത് ഇച്ചിരി വേണം. പെരിഞ്ജീരകവും വേണം. അപ്പൊ ഇതിന് അരച്ചോണ്ട് വരട്ടെ. അരച്ചോണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇതുമായിട്ട് പെരട്ടാനാ. അപ്പൊ നമ്മുടെ കടല വെന്താന്നൊന്ന് ആ നേരത്ത് അരച്ചെടുക്കാം. അപ്പൊ അമ്മയാണല്ലേ അരക്കണം. ശരണ്യ അതെ കടല വെന്താന്ന് നോക്കാം. ഇറക്കി വെച്ച് തന്നെ ഞാൻ ഇറക്കിയാണ്, അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് ഇറക്കിക്കാൻ മേല ഞാൻ. ശരണ്യ എന്തി? അപ്പൊ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേകരുതല്ലേ? ഒത്തിരി ഇങ്ങനെ വെന്ത് കുഴയരുത്. കണ്ടാ കൂട്ടുകാരാണ് നമ്മുടെ അമ്മ മിക്സി ഓണാക്കിയ കാരണം കേട്ടോന്നൊന്നും. അതെ, അപ്പൊ ഇനി അതെ കുരുമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ചേർക്കാം. വെളിച്ചെണ്ണ വേണം അല്ലേ? പിന്നെ മഞ്ഞപ്പൊടി, അങ്ങനെ മഞ്ഞപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് നമ്മൾ ഇതിന് വേണ്ട മസാല കൂട്ടിയാണല്ലേ. കടല കോരി വേറെ പാത്രത്തിലായിട്ട് പോയി. പിന്നെ എന്നാണ് ശരണ്യ? മല്ലിപ്പൊടിയൊക്കെ ചേർക്കുവോ ഇതിന്? ഇത് കറി വെക്കണ പോലെയാണല്ലോ ഇപ്പൊ. വേറെ ഏതാണ്ടൊക്കെ പെറുക്കി എടുക്കണുണ്ട് ശരണ്യ. ആണോ? മുളക് പൊടിക്കാണോ? കുരുമുളക്. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം തിറുതിക്ക് പെറുക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അമ്മ അതേ കടല കോരി തീരാൻ പോണു. തീർന്ന ശരണ്യ ഇതയില്ല, അടുത്ത ടിന്നെ ഏതാണ്ടും പിറക്കണുണ്ട്. അതെന്നാണ്? ഉപ്പ് കൂടിയൊക്കെ ഇതിലായിട്ട് ചേർക്കുന്നുണ്ട്. ഇതില്ല, ആ ഇടക്കൂടിയൊക്കെ കയറി പോണുണ്ട് അമ്മയുടെ. വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ശരണ്യ. അപ്പൊ ഇച്ചിരി ആ എണ്ണയുടെ മയം മാത്രമേ ഉള്ളൂ. കടല അങ്ങോട്ട് ഇട്ടിരിക്കുക. ഇനി അതുപോലെ അമ്മേനെ കൊണ്ട് തിരുമ്മിക്ക്. അമ്മ ആകുമ്പോ തിരുമ്മി തരും. ശരണ്യക്ക് കൈ കുത്തലെടുക്കും അല്ലേ? കായം കൂടി ചേർക്കും അല്ലേ? അപ്പൊ കായപ്പൊടി കൂടി അതിലായിട്ട് ശരണ്യ കുടഞ്ഞിട്ടിരിക്കുക. അപ്പൊ അമ്മ തന്നെ ഇളക്കിയല്ല, കൈ കൊണ്ട് തിരുമണം. അതാണ് ഇത്
തിരുമ നമുക്കറിയാൻ മേലല്ല ശല്യ പറഞ്ഞു കൊടുക്കണ്ടേ. എനിക്കറിയാമല്ലേ. വേറെ പാത്രം വേണം. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ തിരുമിയൊക്കെ ഇങ്ങനെ കളറാക്കണം അല്ലേ? ആ നല്ലതായിട്ട് കളറാക്കണം. ഇത് ഞാൻ പറഞ്ഞുതരാം. ആ എന്താ പറഞ്ഞു തരാന്ന് കേട്ടാ. വെള്ളം ഒഴിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ഇച്ചിരി എല്ലാം കൂടെ ഒഴിക്കും. ഇത് കൊറേ നേരം ഇരിക്കല്ല കേട്ടോ. ഇരുന്നാ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അന്നേരം തന്നെ വറുത്ത് കോരണം. ഇത് അല്ലെ ഇതിന് നേരെ അങ്ങോട്ട് വറുത്ത് കോരാവോ? അങ്ങനെയല്ല, പിന്നെ നമ്മളെ കടലമാവില്ലേ, ആ ഇച്ചിരി ഇടണം. ആ എന്നാ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടു. അപ്പൊ നമ്മുടെ കടലമാവ് ആ ഇച്ചിരി ഇടണം. അത് ഇതിലിടും അല്ലേ? മതിയല്ലോ. അപ്പൊ അങ്ങനെ അതിലോട്ട് കടലമാവ് കൂടി ഇടുന്നുണ്ട്. പിന്നെ പിന്നെ ശരണ്യം മറ്റേ നമ്മുടെ മറ്റേ കോൺഫ്ലവർ പൊടി അല്ലേ? കോളിഫ്ലവർ അല്ല, കോൺഫ്ലവർ. ആ കോൺഫ്ലവർ പൊടി. ആ അത് ഞാൻ പറയാൻ കാര്യം മേടിച്ചത് ഞാൻ ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ട് കവനത്തിൽ കെട്ടി വെച്ചേക്കുന്ന ഈ ചീത്തയാകാതിരിക്കും. പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചേക്കണം. അപ്പൊ ഇത് ഇനി ഇളക്കണം അല്ലേ? ഇറക്കി പിടിപ്പിക്കും. അതെന്നാ രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതിലോട്ടിട്ടാ പോരാഞ്ഞാ. എങ്ങനെ? കടലമാവും കോൺഫ്ലവർ പൊടിയും കൂടി ആദ്യം മിക്സ് ചെയ്യണം. പിടിക്കണ്ടയോ? അല്ല ഒന്നിച്ച് മിക്സ് ചെയ്തേച്ചു. ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് കണ്ടോ? ആ അരച്ചു വെച്ച അരപ്പ് അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞില്ല. കുരുമുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ആ ഇത്രയാണ് നമ്മൾ അരച്ചു വെച്ചത്. ഇത്ര ആയിട്ട് ഇതിൽ ചേർക്കും അല്ലേ? ഇനി ഇത് മൊത്തം തേച്ചു. കൈ ഊത്തെടുക്കും കേട്ടോ. ഇനി നേരം ഉറങ്ങാൻ പറ്റത്തില്ല. അമ്മ കയ്യൂത്തലെടുക്കും, സൂക്ഷിക്കുക. ഇനി എന്നാ സൂക്ഷിക്കാനാണല്ലേ കയ്യിൽ കണ്ട അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട അടിപൊളിയാണ്. ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞ പോലെ എന്റെ കയ്യൂത്തലെടുക്കാൻ തുടങ്ങി. അതെ അതെ അതെ. അതിലാട്ട് വേപ്പല കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ? ഉപ്പ് പോരാ, അതിനപ്പൊ ഉപ്പും കൂടി ചേർക്കുന്നു. ഉപ്പ് നല്ലതായിട്ട് വേണം. ഉപ്പ് വേണം അല്ലേ? അപ്പൊ ഇനി ഇതെന്താണ് പരിപാടി? എണ്ണ ചട്ടി വെക്കുക, ചൂടാക്കുക, കടുകുന്നോളെ ഇത് വറുത്ത് കോരിയാ മതി. എളുപ്പ പരിപാടിയാ. ചട്ടി വെക്കാം. ഉപ്പൊക്കെ ഇട്ട് അത് പെരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി? ഇവിടെ ശരണ്യ ഒരു പുതിയ ഐറ്റംസ് കാപ്പി കുടിക്കാൻ ചെയ്യാൻ പോകും. ശരണ്യ ഇത്രയും വലിയ കടല? ഇത് വെള്ളക്കടല. വെള്ളക്കടല ശരണ്യ പറയല്ലേ? ഞാൻ ശരണ്യ എന്ന് വിളിച്ചു വരികയല്ലേ? അതുപോലെ അച്ഛൻ സരസേ എന്ന്. ഞാനല്ല, ഞാൻ അത്രയും ചെയ്തു. ഞാൻ വിളിക്കാറുള്ളതല്ല. എന്താ അങ്ങനെ ശരണ്യ അച്ഛന് നാണം വന്നു. നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ വിളിക്കുവേ. കേട്ടാ അല്ല പറഞ്ഞ കേട്ടല്ല, ഇജി പറഞ്ഞ കേട്ടല്ല. ഞാനിവിടെ സരസേന്ന് വിളിക്കുന്നു. നിങ്ങള് ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ വിളിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ വിളിക്കുന്നതാണ് ഞാൻ കേട്ടോ. പറഞ്ഞപ്പോ ഭർത്താവിന് പക്ഷെ വേറൊരു കാര്യമുണ്ട് അച്ഛാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഈ 8 വർഷമായിട്ടും ശരണ്യെ എന്നുള്ള ആ ഒരു വിളി മാത്രമേ വിളിക്കാറുള്ളൂ അല്ലേ? ശരണ്യ ഇല്ല, അങ്ങനെ വിളിക്കാറില്ല. അച്ഛനാണെങ്കിൽ ആ ഹെൽമെറ്റ് എടുത്തോണ്ട് വാന്ന് പറയുമ്പോ എന്നാ വിളിക്കും? എന്നാ പറയും? ആ ഹെൽമെറ്റ് ഇങ്ങോട്ട് തന്നേരി എന്ന് പറയുകയില്ലേ? അല്ല ഇടക്ക് വിളിക്കും, സരസെന്ന് വിളിക്കാറുണ്ട്. എന്നാലും ഇടക്ക് വിളിക്കുകയല്ലേ? അല്ല ഇടക്ക് പറയല്ലേ എടി ആ ഹെൽമെറ്റ് ഇങ്ങോട്ട് എടുത്തത് അല്ലെങ്കിൽ ആ താക്കോലെടുത്ത്. പക്ഷെ ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ ശരണ്യ?
അത് എന്നാ അത്? കപ്പലണ്ടി. അതെന്നാ എന്നെ പറ്റി പോയി എനിക്കറിയാം കപ്പലണ്ടി എന്നെ ഇപ്പൊ ഈ നമ്പർ ഇറക്കൊണ്ട് ചെയ്യുന്ന അത് വേറെ എന്തോ സാധനം. കണ്ടാ? നോക്കിക്കേ. വെറുതെ പറ്റിക്കലോ. ശരണ്യ പറ്റിക്കലാണ്. കുരുമുളക്. എന്താണ് പറഞ്ഞു കേട്? കുരുമുളക് പൊടിയാ. കണ്ടാ കണ്ടാ ഇപ്പൊ കഴിക്കാം. ഞാനത് തുറന്ന് കഴിച്ചൊക്കെ നോക്കണം. അതിനാണ് കാണിച്ചു നമ്മള് പണി. എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ടൈം എനിക്കാണ് തന്നത്. ആ ടൈം എനിക്ക് കളയാൻ വേണ്ടിയാണ് അച്ഛനെ കൊണ്ട് വറുത്ത് കോരിക്കാം അല്ലേ ശരണ്യ? വറുത്ത് കോരുന്നത് അച്ഛനെ അതൊക്കെ അതിനുള്ള ആളുകൂടെ ഉണ്ട്. ഒരൊറ്റ ഞാൻ ഇടാം. പിന്നത്തെ അച്ഛൻ അതിനുള്ള ആളുകൂടെ ആദ്യത്തെ ശരണ്യ വറുത്ത് കോരും. പിന്നെ ശരണ്യ ഇതങ്ങോട്ട് ഇടുമ്പോ എണ്ണയൊന്നും കയ്യെത്തെറിച്ച് വീഴരുത്. ഇതേ ഈ അതിന്റെ വേറെ ഉണ്ട്. ഈ സാധനം മറക്കുമ്പോ ഉണ്ടല്ലോ ഇത് പൊട്ടിത്തരും. ശരണ്യ പറഞ്ഞേ കേട്ടോ. ആ ചുമ്മാ അച്ഛൻ നമ്മക്കാരുടെ നമ്മൾ വേക്കാതിരുന്നിട്ടുണ്ടോ? ഏതായാലും നോക്കാം, സൂക്ഷിക്കണം കേട്ടോ. കാരണം കാര്യം ഒരു പണി ചെയ്താൽ മതി. ഒറ്റൊരു കാര്യമുണ്ട്. കാരണം ഒരു പുതപ്പ് എടുത്തിട്ടൊന്നും ഇങ്ങനെ മൊത്തം പുതച്ചു. അച്ഛൻ പൊതിക്കുന്ന ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇത് കണ്ട ഞാൻ ഷർട്ടൊക്കെ ഇട്ടിക്കണ്ട. ഞാൻ പേടിച്ച് ഷർട്ടിലിട്ടുണ്ട്. ഞാൻ പുറത്ത് നിൽക്കുക. ഞാൻ പുറത്തായിട്ട് പോയി നിൽക്കല്ല. ഞാൻ അച്ഛൻ കളർഫുള്ളാണ്. കളർഫുള്ളാ. ഞാൻ തന്നെ എന്നെ ഉണ്ടായിരുന്നേ. ഞാൻ ഇങ്ങനെ ഇടാറില്ല തന്നെ. ആണ് അച്ഛൻ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഇരിക്കും? ഇനി മകളെ ഇടണമെന്ന് കാണണം കേട്ടാ കേട്ടാ. അപ്പൊ കൂട്ടുകാരെ വർത്താനം പറഞ്ഞ എന്റെ ഇടക്ക് പറഞ്ഞില്ല നീ. അപ്പൊ ശരണ്യ ഒരു പാത്രം വെച്ച് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? കൂട്ടുകാരെ അങ്ങനെ അതെ അച്ഛനും മകളും കൂടി ഇതേ പാചകം തുടങ്ങിയിരിക്കുന്നു. ശരണ്യ അതെ പാത്രത്തിൽ നിന്ന് എടുത്തത് അതിലേക്ക് ഇട്ട് അല്ലേ? ഒരു ട്രിപ്പ് ഇട്ട്. അപ്പൊ ഇനി അടുത്തത് ഇത് എത്തി വലിഞ്ഞൊക്കെ നോക്കണം. കണ്ട അങ്ങനെ കടല ഇട്ട് കണ്ട അതെ കടല ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇടുമ്പോ ഇത് കാണിക്കാം അല്ലേ? അപ്പൊ അതേ കണ്ട അതെ അച്ഛനും അമ്മയൊക്കെ പറ്റ നിപ്പുണ്ട്. ഇതേ അമ്മ ദേ എണ്ണയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ചായിരുന്നല്ല. എണ്ണ വേണമെങ്കിൽ അതിനു വേണ്ടിയാ. അമ്മ എന്തേ ചെയ്യണ്ടേ? ആ നേരാ അമ്മയാണ് ഇത് കുഴച്ചത്. അച്ഛനില്ലഞ്ഞല്ല. കൈ കൂത്തെടുക്കണം. ഇരിക്കുവോ? എവിടെ ഇരിക്കും? അല്ല വീട്ടിലായിരിക്കണം. ടിന്നിലാക്കി വെച്ചിട്ട് അല്ലേ കഴിച്ചു തീർത്തില്ലെങ്കിൽ ഇരിക്കും അല്ലേ? ടേസ്റ്റ് കൊണ്ട് പെട്ടെന്ന് കഴിച്ചാൽ കാപ്പി കുടിക്കുമ്പോഴൊക്കെ എടുക്കാല്ലോ ടിന്നിലാക്കി വെച്ചത്. അതെ. അപ്പൊ കൂട്ടുകാരെ അതെ ഇത് ഇങ്ങനെ അതെ വറുത്ത് വരുന്നതേ ഉള്ളു. ഇനിയൊന്ന് അതിന്റെ ജലാംശമൊക്കെ പറ്റി വരണം. അങ്ങനെ കൂട്ടുകാരെ അതെ ശരണ്യ അതെ കടലയൊക്കെ അതെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതേ അച്ഛനെ ഏൽപ്പിച്ചേക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ ഏറ്റെടുക്കണം. ആണോ? ഞാൻ മുന്നിട്ടൊന്ന് വരാൻ വേണ്ടി കാത്തിരിക്കും. അതെ അതെ. എപ്പോ ഞാൻ അടുക്കള എന്റെ മക്കളെ എനിക്ക് പണി തരാത്ത ഒരു സമയവും ഇല്ല. എന്റെ മകൾ ഞാൻ പറഞ്ഞ അച്ഛൻ വന്നത് അച്ഛനറിയാം. അച്ഛന് ഇതൊക്കെ ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. ആര് ഇവിടെ അങ്ങനെ രണ്ടാമത് അച്ഛൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കടല. അപ്പൊ ഇനി എല്ലാം വറുത്തിട്ടൊക്കെ കാണിക്കാം. അതെ വറുത്തതൊക്കെ ഒന്ന് കാണിച്ചേ. കണ്ട ഇങ്ങനെ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി ശരണ്യ. വറുത്തത് എങ്ങനെയുണ്ട്? ഒരെണ്ണം കഴിച്ച് നോക്ക് അമ്മ. ഒന്ന് നോക്കമ്മ. ചൂടാണല്ലേ? ആ കൈകൊള്ളും വേണ്ടെന്നാ. കൂട്ടുകാരെ അങ്ങനെ അടിപൊളിയായിട്ട് കടലയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? സൂപ്പറായിട്ട് കണ്ട. ഇതുപോലെയൊക്കെ നിങ്ങളും ഒന്ന് വീടുകളിലൊക്കെ ചെയ്യണം അല്ലേ? അതെ വൈകിട്ടൊക്കെ അതെ അതെ കണ്ട. ഇത് കണ്ട ആരും ഇതിന്ന് ഒരു പീസ് കഴിച്ചു നോക്കും അല്ലേ? ഒന്ന് കഴിച്ചു നോക്കിക്കേ. നല്ലതല്ലേ? അപ്പൊ
അപ്പൊ പിന്നെ എടുക്കാൻ തോന്നും. അതെ അതെ, അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.